ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു UK14 വ്ളോഗ്സ്. അപ്പോൾ UK14 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് നാട്ടിലുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ UK-യിലുള്ള എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം UK-യിൽ പറഞ്ഞല്ലോ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള എന്നോട് പറഞ്ഞു വെച്ചാൽ 10 കൊല്ലം ആണ് അവർ വന്നത്. അവർ വന്നിട്ട് 10 years ആയി. ഇതുവരെ ഇത്രയ്ക്കും ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടായിട്ടാണ് പറയുന്നത്. കാരണം ഭയങ്കര തണുപ്പ്, കോൾഡ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഫ്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷന് നമ്മുടെ റൂമിൻ്റെ പുറത്ത് അപ്പോൾ ബാക്ക് സൈഡ് ആയിട്ടുള്ള ഗാർഡൻസിലാണ്. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെ ലൈബ്രറിയും കൂടി ഉണ്ട് കേട്ടോ റൂമിൻ്റെ അടുത്ത്. പോർച്ചസ്റ്റർ ഹാൾ ലൈബ്രറി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെയാണ് ഇന്നൊരു ഈവനിങ് സ്റ്റാൻഡേർഡ് കഥ സ്റ്റോറി. അപ്പോൾ നമുക്ക് UK-യിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. കാരണം ചിലവർ യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടിരുന്നു അറിയില്ല ഈ ജോബിനെ കുറിച്ച്. കാരണം നമുക്കറിയാം ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിൽ ജോബുണ്ട്, അതുപോലെ കഫേയിൽ ജോബുണ്ട്, പിന്നെ കെയർ ഹോംസിൽ ജോബുണ്ട്, ഡെലിവറി ജോബ്സിലുണ്ട്. ഇപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ ജോബാണ്. കണ്ടിട്ടുണ്ടാവും, ഈവനിങ് സ്റ്റാൻഡേർഡ് ടൈംസ് അല്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈവനിങ് സ്റ്റാൻഡേർഡ് ഇത് മാത്രമേ ഈവനിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മുടെ മുക്സിത്തിന് ഈ ജോബ് എങ്ങനെ കിട്ടി, ഈ ജോബിന് എങ്ങനത്തെ പേ കിട്ടുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു നല്ലൊരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുത്തുവിൻ്റെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസും എല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ മുത്തു എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ മുത്തോട് പറഞ്ഞാലേ ഈ വീഡിയോ ചെയ്യണം അങ്ങനെ. മുത്തു എന്നോട് ഫസ്റ്റ് ഡേ ഈ ജോബിന് പോയിട്ട് എന്നോട് പറഞ്ഞാണ് നമുക്ക് ഈ വീഡിയോ നിങ്ങളുടെ ചാനൽ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഫസ്റ്റ് ദിവസമല്ല, ഒരു കുറച്ച് ദിവസം കൂടി പോയിട്ട് ഒരു എക്സ്പീരിയൻസ് കൂടി ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അപ്പോൾ മുത്ത് നമുക്ക് ചെയ്യും. മുത്തു പറഞ്ഞോ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുത്തുവിനാണ് ചോദിക്കാം, മുത്തുവിൻ്റെ ഈ ജോബിൽ എങ്ങനെയാണ് മുത്തു ഈ ജോബിലേക്ക് കയറിയത്? ആദ്യം ഞാനവിടെ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ സുഹൃത്ത് താമസിച്ചാണ് എനിക്ക് നമ്പർ തന്നത്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അവർ പിന്നീട് എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്താണ്. പിന്നെ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് അതിലേക്ക്. അതായത് മുത്തു കഷ്ടപ്പാടെന്ന് പറഞ്ഞപ്പോൾ കഷ്ടപ്പാട് പോലെ ഉദ്ദേശിച്ചാൽ ഇവിടെ ജോബ് എന്തായാലും നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ആണ്. അതാണ് കഷ്ടപ്പാട് ഉദ്ദേശിച്ചിട്ട്. ഇപ്പൊ നാട്ടിൽ നമ്മൾ അധികം ആളോട് നമ്മൾ പറയും ഇപ്പൊ നീ വരണ്ട എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഇവിടെ വന്നാൽ എന്തായാലും ജോബിന് പ്രശ്നമുണ്ട്. ഞാനത് തുറന്നു പറയുന്നതാണ്. കാരണം ചില ആൾക്കാർ അത് പറയില്ല മീൻസ് നമുക്ക് ഇവിടെ വന്നാൽ ചിലപ്പോൾ കിട്ടും, അങ്ങനെയല്ല, കിട്ടുമായിരിക്കും, എന്നാൽ പോലും കുറേ പണിയുണ്ട്. ഇപ്പൊ ഇവനെല്ലാം നല്ല ശരിക്കും അറിയാം. കാരണം ഇവിടെ നമുക്ക് എത്ര കോൺടാക്ട്സ് ഉണ്ടെങ്കിലും ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 2 കൊല്ലം 3 കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ 10 വർഷമുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. എന്നാൽ പോലും അവർക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. പിന്നെ കെയർ ഹോംസ് ജോബ് പറയുന്നത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കെയർ ഹോംസ് ജോബ് ചെയ്യുന്ന നല്ലൊരു ജോബ് തന്നെയാണ്. അത് ചിലവർക്ക് അത് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പ്രോബ്ലം വരുന്നത്. അത് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അത് പ്രശ്നമാവോ, അത് അവർക്ക് അറിയോ അന്നൊരു ചിന്താഗതി എനിക്കില്ല. സത്യം പറഞ്ഞാൽ അത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ആ വീഡിയോ എൻ്റെ ഫ്രണ്ട് ചെയ്തേ ഉള്ളൂ. ചില ആൾക്കാർ എന്നോട് ആ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന രീതിയിൽ നാട്ടിലുള്ളവർ കണ്ടാൽ അതൊരു മോശമല്ലേ എന്നൊരു ചിന്താഗതിയിലല്ല നമ്മൾ എടുത്തത്. അവൻ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അവൻ ഷെയർ ചെയ്തു. ഒരുപാട് പേര് കെയർ ഹോംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് അല്ലേ തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ വന്നവരപ്പോൾ പാർട്ട് ടൈം ചെയ്യേണ്ട മസ്തല്ലോ എനിക്കറിയാം. ഇപ്പം വന്നിട്ട് ഇവനാണ് ലാസ്റ്റ് ജോബ് കിട്ടിയത്. മാത്രം അൽഹംദുലില്ലാ ഇപ്പം ഇവനെ ഹാപ്പി അല്ലേ. പിന്നെ ഇവൻ്റെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ യാതൊരു എന്താ പറയല് ഇതാക്കേണ്ട കാര്യമില്ല. മുത്ത് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്തുണ്ട്. ഇങ്ങനെ ഒരു ടെൻഷൻ നാട്ടിലോട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ മുത്തു ഈ ജോബിലേക്ക് കയറുന്ന പറഞ്ഞത് മുത്തു താപിഷകാരേക്കും. താപിഷ് നമ്മുടെ ചാനലെല്ലാം ഉണ്ട്, താപിഷിനെ കണ്ടിട്ടുണ്ടാവും. താപിഷാണ് മുത്തുവിന് ഒരു നമ്പർ കൊടുത്തത്. അപ്പോൾ ഈ ജോബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എപ്പോഴും അവൈലബിലിറ്റി എന്നല്ല, സാധാരണ ഇത് NI ജോബ് അല്ലേ, ഇത് NI ജോബ്, ഏജ് ബേസ്ഡ് വേജ് നിങ്ങൾക്ക് പെർ ഹവർ കിട്ടും. അപ്പോൾ ആ ജോബിന്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് നീ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ എങ്ങനെയാണ് ഉണ്ടായത്? ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഇത് ഞാൻ ഈ ജോബ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ജോബ് ചെയ്തിട്ട് പരിചയമില്ല. അപ്പോൾ ഇവിടുത്തെ ഏകദേശ രീതികളും വ്യത്യസ്തമാണ് നാട്ടിലേക്കാളും. നാട്ടിലങ്ങനെ ലെറ്റർ ബോക്സ് കാര്യമൊന്നുമില്ല, നമ്മളിങ്ങനെ വലിച്ചെറിഞ്ഞ് പോകുന്ന ന്യൂസ് പേപ്പർ ഈവനിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ ജോബാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പത്രം ആ ഒരു ജോബാണ്. ഇവിടെ അതിനുള്ള രീതി പറഞ്ഞു ഈവനിങ് പത്രം നമ്മുടെ നാട്ടിൽ ലേറ്റസ്റ്റ് ഇല്ല, അതേപോലത്തെ സംഭവമാണ്. അത് എങ്ങനെയാണ് നമ്മളെ ലെറ്റർ ബോക്സിലേക്ക് കൊണ്ട് ഇടുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരു കോമഡി മെയിൻ കാര്യമുണ്ട്. നമ്മൾ ലെറ്റർ ഇടുന്ന ന്യൂസ് പേപ്പർ ഇടുന്ന സമയത്ത്
പല ശബ്ദങ്ങളും കേൾക്കും എന്ന് കരുതി തെന്നി പേടിച്ച് മാറാനോ പാടില്ല. കാരണം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഇത് ഒരു നായയുടെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞ് കൈ വലിക്കലും ലെറ്റർ ബോക്സിൽ നമുക്ക് ഡോറിന്റെ അടുത്ത് ഒരു ബോക്സ് കാണാം. അതിലിങ്ങനെ നമുക്ക് കൈ വെച്ച് ഇട്ടിട്ട് കൈ എടുക്കലും നായ വന്ന് ഡോറിലേക്ക് ഒരു തട്ടും. ഞാൻ പിന്നോട്ട് സ്ലിപ്പായി വീണാണ് അന്ന് ദിവസം. ശരിക്കും പറഞ്ഞാൽ നായ ഓടിച്ചല്ലേ? ഓടിച്ചെന്ന് പറയാനില്ല, ഗേറ്റ് ഓടിച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓട്ടം കിട്ടി ഫസ്റ്റ് ദിവസം നായ വഴി എത്തിയത്. നമുക്കപ്പോ ഓർമ്മ വന്നത് ഓടുന്ന പേപ്പറിനെ ഓടിച്ച്. അപ്പം നിനക്ക് എങ്ങനെ അത് എത്ര അവേഴ്സ് ഉണ്ടാവുന്നു? അത് 4 hours-ആണ്. 4 hours. 4 hours-ആണ് ജോബ്. എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വരും? ഇത് ആഴ്ചയിൽ 5 ദിവസം വർക്കാണ്. 5 days വീക്കിലി വർക്ക് ചെയ്യണം, മൺഡേ ടു ഫ്രൈഡേ. ഈവനിങ് ടൈം 3:30 to 7:30. 3:30 to 7:30. അതുപോലെ ഈ ടൈം എന്ന് പറയുന്നത് നിനക്ക് എത്ര ബണ്ടിലുണ്ടോ പേപ്പർ? 3 ബണ്ടിലും 3 താഴെ 3 to 4 മാക്സിമം അല്ലേ? അത് നമുക്ക് ഈ ഒരു ഡ്യൂറേഷനിൽ 3:30 to 7:30 നമ്മൾ ഇത് ന്യൂസ് പേപ്പർ എല്ലായിടത്തും കൊടുക്കേണ്ടടുത്തെല്ലാം ഇടാം അല്ല. അത് ചിലയിടത്ത് അവന് പുറത്തിട്ടിട്ടുണ്ടാവും പേപ്പർ, ഇത് ന്യൂസ് പേപ്പർ ഇടാൻ ആവശ്യമില്ല, അത് ഇടാൻ പാടില്ല, അവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഇത് ഫ്രീ ആണ്, ഇത് ആരും പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതൊന്നല്ല, എല്ലാവരും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് കിട്ടുന്നുണ്ട്? എനിക്ക് ഇപ്പൊ എന്റെ ഏജ് അനുസരിച്ചിട്ട് 6:45 NI ജോബാണ്. ഏജ് അനുസരിച്ചിട്ടാണ്, ഏജ് ബേസ്ഡ് വെച്ചിട്ടാണ് ഇവര് വേജ് പെർ ഹവർ വേജ് കൊടുക്കുന്നത്. 6.45 വെച്ചിട്ട് മുത്തുന് കിട്ടുന്നുണ്ട് പെർ ഹവറിൽ. അപ്പം വീക്കിലി 20 hours നമ്മൾ എത്ര പേയ്മെന്റ് ചെയ്യുന്നുണ്ട്? 120 പറയുമ്പോൾ മന്ത്ലി അറൌണ്ട് 500 pounds. അതായത് നാട്ടിൽ ഇപ്പോഴത്തെ റേറ്റ് നോക്കുകയാണ്, ഇപ്പോൾ 100.5 ഉണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ നാട്ടിൽ 50,000 ഏൺ ചെയ്യുന്നുണ്ട് NI ജോബ് വെച്ച്. മോശമല്ല അല്ലേ? 50,000 ഏൺ. നിങ്ങൾ ആലോചിച്ച് നാട്ടിലൊരു 10 ഇട്ടെങ്കിൽ 10 ഇടാൻ പോകുന്ന ആൾക്ക് 50,000 pound കിട്ടുന്നില്ല. അപ്പം മുത്തുവിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം ഈ ഒരു ജോബ് എപ്പോഴും അവൈലബിലിറ്റി എന്നല്ല, NI ജോബാണ്. അപ്പം നമ്മളൊരു കോൺടാക്ട് നമ്പർ തരാം. ആർക്കും ജോബ് ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റ് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇത് എല്ലാവർക്കും തരാമെന്നല്ല, ഇത് എൻ്റെ ഫ്രണ്ടോ ആരോ എന്നല്ല, നോർമലി നമ്മൾ ഇപ്പോൾ ആര് വന്നാലും ഇത് കൊടുക്കും. ഇതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അപ്പോൾ ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ തരാം. നിങ്ങൾ അവരിലേക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്താൽ മതി, ഫോമിൽ ചോദിക്കണ്ട. പിന്നെ അത് മലയാളി അല്ല കേട്ടോ, ഇത് ഇംഗ്ലീഷുകാരനോ കാര്യമോ, ലേഡി അല്ലെങ്കിൽ കാര്യമല്ല, ലേഡിയാണ്. അപ്പോൾ നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ, ഇന്ന ജോബ് ഓപ്പർച്യൂണിറ്റി, ബാക്കി ഡീറ്റെയിൽസ് അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പം 5 days ആയിരിക്കും ജോബ്, മൺഡേ ടു ഫ്രൈഡേ 5 days ഈവനിങ് ടൈമാണ്. 3:30 to 7:30, 4 days വെച്ചിട്ട് 5 days ആകുമ്പോൾ 20 hours. ഇതിൽ ബ്രേക്ക് കാര്യമൊന്നുമില്ല, 20 hours വർക്ക് ചെയ്യണം. പിന്നെ എനിക്കറിയാലോ, ഞാൻ പറയണം, നീ പറയുന്ന നീ എടുത്ത ജോബിൽ നടന്നിട്ട് ഫസ്റ്റ് ദിവസം എങ്ങനെ ഉണ്ടായത്? കാരണം നമ്മൾ നടന്നിട്ട് കൊടുക്കും, 2 ബണ്ടിലുണ്ടാവും, ബാഗ് ഉണ്ടാവും. തീർച്ചയായും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവന് ഫസ്റ്റ് ഡേ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മളോടെല്ലാം പറഞ്ഞു, എന്നോട് നമ്മുടെ റൂമിലെ മറ്റേ പറഞ്ഞു കാല് ഭയങ്കര പെയിൻ. ഞാൻ പറഞ്ഞു നീ ടെൻഷൻ ആകണ്ട, ഈ ഒരു ജോബ് നിങ്ങൾക്ക് എടുത്ത് പരിധിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 1 week to 2 weeks ആകുമ്പോൾ നിങ്ങൾക്ക് അത് നോർമൽ ആയിക്കോളും, യൂഷ്വൽ ആയിക്കോളും. അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, കൂളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടുണ്ട്. അപ്പം ആർക്കും ജോബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇത് അവരെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു എൻ്റെ ഫ്രണ്ടോ കാര്യമൊന്നും ഞാൻ പറഞ്ഞു റെഫറൻസ് ചെയ്യുന്നല്ലാതെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഇത് വിളിച്ചിട്ട് അല്ല അതിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. ഓക്കെ. വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ ജോബ് മെയിനായിട്ട് സെൻട്രലിലുണ്ടല്ലോ കേട്ടോ, ഇത് ഔട്ടറിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലാന്നാണ് എൻ്റെ തോന്നൽ. ഇത് Zone 1 to 6 ഉണ്ടാവും, 6 ഇല്ലാന്ന് തോന്നുന്നു, 3 വരും മാക്സിമം. Zone 1 to 3 എന്നാണ്. സെൻട്രൽ രണ്ടെല്ലാം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം വെച്ച് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവന് 500 ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അതിനിവിടെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും ഏകദേശം 500 pounds കിട്ടുന്നുണ്ടെങ്കിലും ഒരു 400 വേണ്ടി വരും അല്ലേ? തീർച്ചയായും നമുക്ക് മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ട് 350-400 ചുരുക്കി ചെയ്താൽ. മുത്ത് നമ്മളെ കൂടെ വന്നിട്ട് ഏകദേശം 3 മാസമായി. മുത്ത് വരുമ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നെ മുത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയുന്നത് വെച്ചാൽ, മുത്ത് മുമ്പേ വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടിൽ, ഫാർമസിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് മുക്സിത്ത്. ബങ്കിൻ്റെ അടുക്ക് സുഖമില്ലാതെ അപ്പം എൻ്റെ അടുത്ത് രാത്രി വെച്ച് പറഞ്ഞു ഗുളിക കഴിച്ചില്ല, ഇത് കഴിച്ചില്ല, ഈ ഗുളിക എടുത്താൽ ഇങ്ങനെ പ്രശ്നമാവും, ഈ ഗുളിക എടുത്താൽ ഇങ്ങനെ ആവും. എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മനസ്സിന്റെ വ്യക്തിത്വമാണ് മുത്തുമണി മുക്സിത്ത്. അപ്പോൾ ഫാർമസിയിലെ എക്സ്പീരിയൻസ് മുത്തിനുണ്ട് നാട്ടിൽ. എന്തായാലും മുത്തിന് ഉടനെ നല്ലൊരു ജോബ് മാറിക്കിട്ടും. നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു ജോബിന് പോകുന്നത്. ഇതൊരു നല്ലൊരു ജോബാണ്, ഇത് മോശം ജോബൊന്നുമല്ല, നല്ലൊരു ജോബാണ്. കാരണം 5 days പോകേണ്ടി വരുന്നേ ഉള്ളൂ. എന്നാൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇത് ഹാപ്പിയാണ്. ഒരു ജോബ് ഉള്ളതാണ് മെയിൻ നമുക്ക് വേണ്ടത്, ഒരു ജോബ് എങ്ങനെ വേണമെന്നുള്ളത്. അപ്പം മുത്തിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ
ഡോണ്ട് വറി, നല്ല പോലെ ഹാപ്പി ആയിട്ട് നമ്മളെടുത്തിട്ടുണ്ട് മുത്തു. ഓക്കെ, എന്തോന്ന് പറയാനുള്ള അവിടെ ആരും ഒരു ജോബിനും ആരും കുറച്ച് കാണാൻ പാടില്ല ഒരിക്കലും. എല്ലാ ജോബിനും അതിൻ്റെതായ വാല്യൂ. എല്ലാവരും ഞാൻ പറയാം, പ്ലേസ്മെന്റ് നമ്മൾ ഓൺ ഫീൽഡ് ജോബ് ഒക്കെ ചെയ്യുന്ന ആരും അത് എല്ലാവർക്കും അറിയാം, മാത്രം ആരും ഇപ്പം അറിയുന്നില്ല. മാത്രം എല്ലാവരും ഇവിടെ വന്നിട്ട് ജോബ് പാർട്ട് ടൈം ചെയ്യാതെ ആർക്കും ഇവിടെ സർവേ ചെയ്യാൻ പറ്റില്ല. എങ്ങനത്തെ ആൾ വന്നാലും പിന്നെ അത്രയും ഫിനാൻഷ്യൽ ആയിട്ടുള്ളവർ വന്നാലും ചിലപ്പോൾ 20 hours NI മാത്രം അല്ല 20 hours വർക്ക് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ ജോബ് ചെയ്യൂല. അവർ ഫിനാൻഷ്യൽ നല്ലത് ഓക്കെ ആണെങ്കിൽ അവർ നാട്ടിൽ നിന്ന് പൈസ വെച്ചിട്ട് അവർ സർവേ അവരുടെ എക്സ്പെൻസ് കവർ ചെയ്യും. അല്ലാതെ പാർട്ട് ടൈം ഇവിടെ 95% എനിക്ക് തോന്നുന്നു പാർട്ട് ടൈം എടുക്കും. ഇനിയിപ്പോൾ ഫിനാൻഷ്യലായിട്ട് ഓക്കെ ഉള്ളവർ പോലും ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു രസമാണ്, നമ്മളിലെ റൂമിലും ഇവിടെ എന്ത് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എബ്രോഡ് പോയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊരു മുത്തിൻ്റെ ഒരു നല്ലൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. നായ ഓടിച്ച് അത് ഇത് പേപ്പർ എനിക്ക് നല്ലൊരു ജോബ് കിട്ടും മുത്തും. പിന്നെ നിന്റെ ഫാർമസി എനിക്കൊരു ഉപകാരപ്പെടും ഭാവിയിൽ ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പം എല്ലാവരും നോക്കുക, സെൻട്രൽ ലണ്ടനിൽ ജോബ്, ഈ ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിലല്ല, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം കേട്ടോ, അൽഹംദുലില്ലാഹ് ഒരു 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. 1000 ആയിട്ട് ഒരു ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ്. അതുപോലെ എനിക്കൊരു എന്താ പറയുക, ഒരു അംഗീകാരം എന്നല്ല, എനിക്കൊരു ഹാപ്പി മൊമെന്റ്സ് എന്ന് പറയും. കാരണം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷിക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ടല്ലോ. അവരും എന്താ വെച്ചാൽ UAL റിക്രൂട്ട്മെന്റ് മാനേജർ ഒരു ലേഡിയാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഫേക്ക് ആയിരിക്കും, എന്നെ സ്വീപ്പാക്കുന്നതായിരിക്കും, തമാശ ആക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ താവശ്യം കൊടുത്ത് താവശ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കി, ഇങ്ങനെ ആളെ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോന്ന് നോക്കുമ്പോൾ ആളുണ്ട്, പ്രൂവ് ആണ്, ജെന്യൂൻ ആണ്. കാരണം ഞാൻ ചെയ്ത UEL നമ്മൾ ഈസ്റ്റ് ലണ്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവർ കോൺടാക്ട് ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് സെർച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ആ വീഡിയോ വരുന്നത് പറയുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നമ്മൾ വലിയൊരു ചാനലോ കാര്യമൊന്നും അല്ല, ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ഹാപ്പിയാണ്. അപ്പം അവർ പറഞ്ഞു വെച്ചാൽ അവർ നമ്മളെ UAL റിക്രൂട്ട്മെന്റ് മാനേജറിലേക്ക് അംബാസഡർ ആയിട്ട് കുറച്ച് പേര് അവർ എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കിട്ടിയാൽ ഞാൻ എന്തായിട്ടും പോകുന്നതായിരിക്കും. ആ ഒരു ഗുഡ് ന്യൂസ് കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം. ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.